കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും തലമുറ മാറ്റം. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചൂടുള്ള വാർത്തയാണ്. മുഖ്യധാര ചാനലുകളും പത്രങ്ങളുമൊക്കെ ഈ തരത്തിൽ ചിന്തിച്ചു തുടങ്ങി, എഴുതി തുടങ്ങി. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ മക്കൾ രാഷ്ട്രീയത്തിന് യാതൊരു കുറവുമില്ല. കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ തന്നെ മക്കൾ രാഷ്ട്രീയവുമുണ്ട്. അതോടൊപ്പം തന്നെ മക്കൾ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ പാർട്ടി പല കഷ്ണങ്ങളായി മാറിയപ്പോഴും മക്കൾ രാഷ്ട്രീയമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പും എല്ലാ ഗ്രൂപ്പും, കേരള കോൺഗ്രസിൻ്റെ പിന്നെ ഗണേഷിൻ്റെ കേരള കോൺഗ്രസും, അതായത് ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസും, ടി എൻ ജേക്കബിൻ്റെ കേരള കോൺഗ്രസും, അതുപോലെ എല്ലാവരുടെയും കേരള കോൺഗ്രസ്സുകളെല്ലാം കൂടെ ഒന്നിച്ചു നിന്ന കാലത്ത് നിന്ന് ഭിന്നിച്ചപ്പോൾ മുതൽ ഈ പാർട്ടിയുടെ മക്കൾ രാഷ്ട്രീയം തന്നെയാണുള്ളത്. പിന്നെ നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ള കഴിഞ്ഞപ്പോൾ ഗണേഷ് മകൻ, അദ്ദേഹമാണ് എൻ്റെ ചെയർമാനും അതിൻ്റെ MLA ഇപ്പോൾ മന്ത്രിയുമാണ്. ടി എൻ ജേക്കബിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അനൂപ് ജേക്കബ്, അദ്ദേഹം പാർട്ടിയുടെ ചെയർമാനാണ്, അദ്ദേഹം MLA ആണ്, അദ്ദേഹം അനൂപ് ജേക്കബ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫ്രാൻസിസ് ജോർജ് കോട്ടയം MP, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തോമസ് ഉണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട് കേരള കോൺഗ്രസ്സിൽ. ഒരു പുതുമ. പിന്നെ ജോസ് കെ മാണി വിട്ടുപോയൊരു പേരാണ്. KM മാണിയുടെ മകൻ ജോസ് കെ മാണിയാണല്ലോ പാരമ്പര്യമായിട്ട് വന്നത്. പിന്നെ കോൺഗ്രസ് എടുത്താൽ ഇത് തന്നെയല്ലേ. നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ സോണിയാഗാന്ധി, ഭാര്യ സോണിയാഗാന്ധി വന്നു. പിന്നെ മകൾ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഇങ്ങനെ പോവുകയല്ലേ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അടുത്ത തലമുറ ആരെന്നറിയില്ല. അതേസമയം പ്രിയങ്ക ഗാന്ധി കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത തലമുറ വരുമോ നമുക്കറിയില്ല. ഇതുണ്ട്. ഇടതുപക്ഷത്തിലുമുണ്ട്. ഇപ്പോൾ വലതുപക്ഷത്തിൽ മാത്രമല്ല, ഇടതുപക്ഷത്തിലും ഇങ്ങനെ മക്കൾ രാഷ്ട്രീയമുണ്ട്. വളരെ കുറവാണെന്നേ ഉള്ളൂ. എന്തായാലും കേരള കോൺഗ്രസിൽ ജോസഫ് ഗ്രൂപ്പിൽ തലമുറ മാറ്റം വരുന്നു എന്നുള്ള ചർച്ച വളരെ സജീവമാണ്. കാരണം ജോസഫ് സാറിന് 84 വയസ്സായി. അദ്ദേഹം ആരോഗ്യപരമായിട്ടുമൊക്കെ ഇനിയും ഒരു തെരഞ്ഞെടുപ്പിന് വീണ്ടും 5 വർഷം കൂടെ നിന്ന് MLA ആയോ മന്ത്രിയായിട്ടൊക്കെ വന്ന് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ വേണോ എന്നുള്ള ചിന്തയുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. കാരണം അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UDF ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തൊടുപുഴയിൽ നിന്ന് അപ്പു ജോസഫിനെ, മകനെ മത്സരിപ്പിച്ചാൽ അത്ഭുതമില്ല, അല്ലെങ്കിൽ മകൻ മത്സരിക്കും എന്നുള്ള നിലയിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോഴൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പു ജോസഫ് മത്സരിച്ച് ജയിച്ച് അപ്പുറത്ത് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും ജയിച്ചാൽ സ്വാഭാവികമായിട്ടും ആരാണ് മന്ത്രിയാവുക എന്നുള്ളതിൻ്റെ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളും പാർട്ടിക്കകത്ത്. അതിപ്പോൾ PJ ജോസഫ് സാർ എൻ്റെ ഒരു താല്പര്യമില്ലെങ്കിലും ഉണ്ടെങ്കിലും ബാക്കിയുള്ളവർ അത് സ്വാഭാവികമായിട്ടും അപ്പു ജോസഫിന് വേണ്ടിയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ രണ്ടാമനാര് എന്നൊരു ചോദ്യം വരും. PJ ജോസഫ് സാറിൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത നേതാവാരെന്നൊരു ചോദ്യം കേരള കോൺഗ്രസിൽ ഉയർന്നു വരും സ്വാഭാവികമായി. അപ്പോൾ അവിടെ അപ്പു ജോസഫിനെ വയ്ക്കുമോ, അതോ മോൻസ് ജോസഫാണ് ഇപ്പോൾ രണ്ടാമനായി നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, അതുപോലെ ഒത്തിരി ആളുകളുണ്ടല്ലോ, പിന്നെ കുരുവിള, അങ്ങനെ തുടങ്ങിയുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ TU കുരുവിള അടക്കമുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരിൽ ആരായിരിക്കും? PC തോമസ് ഉണ്ട്. PC തോമസും എൻ്റെ അച്ഛനും രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണല്ലോ. അപ്പോൾ PC തോമസ് ഉണ്ട്. ആരായിരിക്കും അടുത്ത നേതാവ് കേരള കോൺഗ്രസിൽ എന്നുള്ളൊരു ചർച്ചയുമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ആരായിരിക്കും എന്നുള്ളൊരു ചർച്ചയുമുണ്ട്. അതുപോലെ ഒരു ചർച്ചയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, അടുത്ത തൊടുപുഴ MLA ആരാണ്, അതാര് മത്സരിച്ചാലും ജയിക്കാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ജയിച്ചാൽ ആരാണ് മന്ത്രി? ഈ 3 കണ്ടീഷൻസ് ഉണ്ട്. പാർട്ടിയിൽ ഇനി രണ്ടാമനാരാണ് ജോസഫ് സാർ കഴിഞ്ഞാൽ എന്നുള്ള ഒരു ചർച്ചയുണ്ട്. സാധാരണയാണെങ്കിൽ വർക്കിംഗ് ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ആൾ സ്വാഭാവികമായിട്ട് വരും. പക്ഷേ ഇത് കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടിയിൽ അങ്ങനെ ഇല്ല. പിന്നെ തലമുറ മാറ്റത്തിനും മക്കൾ രാഷ്ട്രീയത്തിനുമൊക്കെ, തലമുറ മാറ്റത്തിനെതിരല്ലെങ്കിലും മക്കൾ രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ ജോസഫ് സാർ എതിരായിരുന്നു എന്നുള്ള വാർത്തയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കലുഷിതമാകുമോ? നമ്മുടെ ഇലക്ഷൻ കാലം, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇത്തരം തീരുമാനങ്ങൾ വരുമോ? എന്തായാലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നറിയാൻ കൗതുകമുണ്ട്.